ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം അബിൻ. അപ്പോൾ ഇന്ന് വന്നെന്ന് വെച്ചാൽ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചാഴ്ച ഒരു മാസമായി നമ്മൾ വീഡിയോസൊന്നും ഇങ്ങനെ ഇടാൻ നിൽക്കാറില്ലായിരുന്നു. കുറച്ച് തിരക്കായിരുന്നു, വീട് റെൻറ്റിന് എടുക്കാനായിരുന്നു, അതിൻ്റെ പണിയുണ്ടായിരുന്നു, ഇതൊന്നും അറേഞ്ച് ചെയ്യണമായിരുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങളായിട്ട് ബിസി ആയിരുന്നു. അപ്പോൾ അതുപോലെ ഇന്ന് നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട്. അഞ്ച് ഇവിടെ കിടന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുക്കിങ്ങിൻ്റെ അവളുടെ എക്സ്പീരിമെൻസ്, അതായത് പരീക്ഷകളൊക്കെ ഞാൻ കാണിച്ചു തരാം ഗൈസ്. നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. എന്താ ബ്രേക്ക്ഫാസ്റ്റ്? പുട്ടും കടലയോ? എവിടെ മുട്ടായോ? ആയിട്ടുണ്ട് ഇതെന്താ കടലക്കറിക്കുള്ള പ്രിപ്പറേഷനാ? എന്തൊക്കെ ഇട്ടത്? ഞാൻ കാണുന്നില്ല എന്തൊക്കെയാ ഇട്ടാന്ന്. പറയ്, നമ്മൾ സബ്സ്ക്രൈബേഴ്സ് കേൾക്കട്ടെ എന്തൊക്കെ ഇട്ടത്. കുക്കിംഗ് സീക്രട്ട്. ഇഞ്ചി, വെളുത്തുള്ളി, വല്ലുള്ളി, മുളക്, പിന്നെ വെളുത്തുള്ളി, മുളക് വരണ്ടായിട്ട് അതൊന്നും ഇട്ടിട്ടില്ല. എൻ്റെ ഒരു കുക്കിംഗ് സംബന്ധിച്ച് നടന്നിട്ട് ഗൈസ് നമുക്ക് നോക്കാം. ഗൈസ് അഞ്ച് ഉപ്പൊക്കെ ശക്തമായ കുക്കിങ്ങിലാണ് ഗൈസ്. ഉപ്പിട്ടെന്ന് പറഞ്ഞത്? ഉപ്പിട്ടോ? ഉപ്പിട്ടിട്ടുണ്ട്. എന്തായാലും ഉപ്പുണ്ടാവും, ബാക്കി നോക്കാം. ഇതിലെന്തോന്നാ? ചോറ്. ഇതാണ് ചോറ്. വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. ഇത് എന്തിന്റെ പാത്രം എന്ന് പറഞ്ഞത്? സർജിക്കൽ. പക്ഷെ അല്ല, ഇതിന്റെ സർജിക്കൽ പാത്രം ഒന്നും പറയല്ലേ. അറിയില്ല ബ്രാൻഡ് നെയിം എന്തായിരുന്നു? എന്തോ പറഞ്ഞില്ലായിരുന്നു ഇതിന്, എന്തോ പാത്രമാണ്. എന്തായാലും വാട്ടവർ ഈ പാത്രം വളരെ യൂസ്ഫുൾ ആണ് കേസ്. കാരണം വെച്ചാൽ നല്ല ക്വാളിറ്റിയുള്ള പാത്രമാണ്. നമുക്ക് ദാസെങ്കിൽ ഗിഫ്റ്റ് ആയിട്ട് തന്നാണ് കേസ്. ഇതിലിങ്ങനെ ടെമ്പറേച്ചർ 100 ആകുമ്പോൾ നമുക്ക് ഗ്യാസ് കുറച്ച് ഓഫാക്കി ഇടാം. പിന്നെ ഓട്ടോമാറ്റിക്കലി ഇരിക്കുന്നത് കുക്കായിക്കോളും. പോയൊക്കെ ഗുഡ് വൺ. അഞ്ചിയുടെ കുക്കിംഗ് അപ്പുറം പുരോഗമിച്ചുകൊണ്ടുണ്ട് ഗൈസ്. ഫർദർ നന്നായിട്ടാണ് ഗൈസ് മസാല ഇട്ടത് നമുക്ക് മിസ്സായി. എന്തൊക്കെ മസാല ഇട്ടത് പറയൂ ഗൈസ്. എന്തൊക്കെ ഇട്ടത്? എന്തൊക്കെ ഇട്ടത് പറ. മല്ലി, പിന്നെ മുളക്, മല്ലി, മഞ്ഞള്. നൈസായിട്ട് ഇടയ്ക്ക് എരിഞ്ഞ് വരുന്നുണ്ട്. കടലേക്ക് കൊണ്ടിട്ട് പാവം പൊരിഞ്ഞോണ്ടിരിക്കണ്ടേ. വെള്ളത്തിൽ കിടന്ന് കടല കളറാണ്. ഞാൻ ഓടാണ്. ഇത് മസാലയിലൊക്കെ നമ്മളെ കടലൊക്കെ ഒന്ന് സെറ്റാക്കി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ നോക്കാം. മഞ്ചി ഇതേ വെള്ളം കൊണ്ട് വന്നു. വെള്ളം ഒഴിക്കാൻ പോകണയാണ് കഴിച്ചോ. വെള്ളം ഒഴിച്ച് കഴിച്ചു. ഓക്കെ, കാര്യമായിട്ട് കുക്കിംഗ് ബാക്ക്ഗ്രൗണ്ട് നടന്നുകൊണ്ടുണ്ട്. അപ്പം റെസ്റ്റിംഗ് ടൈമിൽ നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. കഴിച്ചിട്ട് അഭിപ്രായം പറയാൻ കഴിച്ചാൽ ഒരുവിധം എവിടെ നിന്നൊക്കെ ഫുഡ് കഴിച്ചില്ല അതിൻ്റെ കുറ്റവും കുറവും പറയുന്നത് നമ്മളാണ്. കളി നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഫുഡ് കഴിച്ചിട്ട് റിവ്യൂ പറയാം. എന്തൊക്കെയാണ് അറിയാന്നുള്ളത്. എന്താ ചേഞ്ച്? എന്താ പറ്റി പറ. ഗജീരയുടെ ചുവന്ന സാധനം പൊന്തി കിടക്കുന്നുണ്ടോ? തക്കാളി ഇടാൻ ലേറ്റ് ആയി പോയി കഴിച്ചു. പക്ഷെ പ്രശ്നമായിട്ട് തക്കാളി അതുകൊണ്ട് അവസാനം സെറ്റ് ആയി. ഇനിയിപ്പോൾ കടല വേണ്ട സമയം കൊണ്ട് സെറ്റാവും എന്ന് പ്രതീക്ഷിക്കുന്നത്. സെറ്റാണെങ്കിൽ നമുക്ക് ഭാര്യയെ കുറച്ച് തേങ്ങ ചെറിയ കൊടുത്ത് സഹായിക്കാം ഗൈസ്. കുറച്ച് തേങ്ങ കരിപ്പ് ഗൈസ്. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ ചെറിയ കൊടുക്കട്ടെ. എൻ്റെ കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഇട്ടിട്ട് കാണാം ഗൈസ്. എന്നോട് തേങ്ങ ഇടണ്ടെന്ന് പറഞ്ഞു ചീഫ് കുക്ക് ഗൈസ്. ആയിക്കോട്ടെ, സഹായം ചെയ്ത് കൊടുക്കാൻ വന്നപ്പോൾ എന്നോട് വേണ്ടാന്ന് ഞാനിങ്ങനെ ഇരുന്ന് വീഡിയോ പിടിച്ച് ഇതൊക്കെ ടേസ്റ്റ് നോക്കി നോക്കട്ടെ. ടേസ്റ്റ് നോക്കട്ടെ എന്താണ്
തേങ്ങ ഇട്ടാ മതി ഇപ്പൊ. ഇനി ആ തേങ്ങ കൊടുക്കട്ടെ കേട്ടോ. തേങ്ങ കൊടുക്കട്ടെ കേട്ടോ. തേങ്ങ എടുത്തുണ്ട്. അപ്പം നമ്മൾ സജഷൻ എടുത്തിരിക്കുന്നു. ഇതാ തിളച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കടലയുടെ കമോൺ പിയു പിയു. മേ ഹെൽപ്പ് യു? ഞാൻ തേങ്ങ ലാസ്റ്റ് കയ്യൊക്കെ കയ്യിനാ കയ്യിനാ കിടക്കുന്ന അവസ്ഥ വരെ പ്ലീസ്. അതെ തെങ്ങാമ്പാരൊക്കെ പിന്നുണ്ട്. കാണാനൊരു ചന്തം മങ്ങൊക്കെ ഉണ്ട്. എന്താ അവസ്ഥ എന്നുള്ളത് അറിയില്ല. അവസാനം കാണാം. ഇതിൽ നമുക്ക് ഭംഗി കുറച്ച് കറിവേപ്പില ഇട്ടാൽ കുറച്ച് ഫ്ലേവറൊക്കെ വരുമായിരുന്നു. കറിവേപ്പില മല്ലിച്ചപ്പൊക്കെ. What is your suggestion, madam? Chief cook? ഇതാ മല്ലിച്ചപ്പോ വേണ്ട. മല്ലിച്ചപ്പിനോട് ദേഷ്യമുണ്ടെന്ന് കേസ്. ഓക്കെ നിങ്ങൾ കൈ കഴുകിട്ട് ഞാൻ കഴിയിട്ട് ഞാൻ ഇഞ്ചി ഫിനിഷ് ചെയ്തെങ്കിൽ നമുക്കൊന്ന് സെറ്റാക്കി എടുത്തൊന്നുകൂടെ ഒന്ന് ചെയ്യുന്നതാണ് കേസ്. പറഞ്ഞുകൊണ്ട് മറിയേ അഞ്ച് നല്ല PLP ഇട്ടുണ്ട് കേസ്. ചിരി കേട്ടെ. ആ മീറ്റ് പാല് വരാത്തുള്ള ചിരിയാക്കാൻ പറ്റിയത്. ഇനി കുറച്ച് നമുക്ക് ഭംഗി കുറച്ച് തേങ്ങാപ്പീര് ഇങ്ങനെ കൂടി ഇട്ട് കൊടുക്കട്ടെ മേഡം? വേണ്ട വേണ്ട പോയിട്ട് തേങ്ങാപ്പീര് ഉണ്ടാ പറഞ്ഞു. വെറ്റി വെറ്റി തച്ചു കയ്യിൽ ഞാൻ വിഴുങ്ങി. നീ അല്ല ഇത്ര ഉണ്ടാക്കി എന്നോട് കയ്യിലാണ്. ഇതല്ലേ കയ്യില്? അരേ യാർ കാണാനൊരു ചന്തം പോലൊക്കെ ഉണ്ട്. എന്താ അവസ്ഥ അതല്ല അറിയില്ല. നോക്കട്ടെ ഇതിപ്പോൾ തിളച്ച് വരട്ടെ. എന്നിട്ട് നമുക്ക് ടേസ്റ്റ് വെക്കാം. അവസാനം അഞ്ചിയുടെ പരീക്ഷണങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. പരീക്ഷണങ്ങൾ നടത്തുന്ന സയന്റിസ്റ്റ് അഞ്ജിതയോടൊപ്പം വിക്ടം അബിൻ കൈലാസ്. ബായ് ബായ്. ഇതുണ്ടാക്കി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. എന്താ പറ്റുക? ഞാൻ ഉരുളക്കിഴങ്ങിട്ടാൽ എരു കുറയാനാണ്. എരു കൂടിപ്പോയിട്ട് കുറച്ചെന്നാണ് എൻ്റെ അഭിപ്രായം. എരു കൂടിക്കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് ഒരു പൂളി ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് ഉരുളക്കിഴങ്ങ് എടുത്ത് കഴിഞ്ഞാൽ മതി. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇത് ഗുരുവിനെ വിളിച്ചിട്ടുണ്ട്. അമ്മേനെ വിളിച്ച് സംശയം തീർത്തോണ്ടിരിക്കുക കഴിച്ച്. ചീഫ് കുക്കിനെ വിളിച്ചിട്ടുണ്ട്. മേജർ കുക്കിനെ വിളിച്ചിട്ടുണ്ട്. നോക്കാം. നമ്മുടെ ഐഡിയക്ക് വലിയ വില ആയിക്കോട്ടെ. എന്ത് പറ്റി അഞ്ച്? അമ്മ എന്ത് പറഞ്ഞു അഞ്ച്? ഒരാൾ എന്തിനാ ഉരുളക്കിഴങ്ങ് എടുക്കുന്നത്? ഉരുളക്കിഴങ്ങ് എടുത്ത് കഴിക്കുന്നത് നമ്മൾ പറഞ്ഞപ്പോൾ പുള്ളിയല്ല. മേജർ കുക്കിനെ കോൾ ചെയ്തിട്ട് ചോദിച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത് കാണാം. അവസാനത്തെ റിസൾട്ടായിട്ട് ഞാൻ കാണിച്ചു തരാം. കറിയാൻ കുഴപ്പമില്ല. നമുക്ക് പുട്ടിൻ്റെ കൂടെ കുറച്ച് ഒഴിച്ചിട്ട് കഴിച്ചു കൊടുക്കാം കേസ്. നല്ലതാ പുട്ടുണ്ടാക്കി കേട്ടോ. നല്ല വൃത്തിക്ക് എങ്ങനെയാണ് അപ്പം യൂട്യൂബ് കുറേ ആളൊക്കെ രചിക്കത്തില്ല. അതേപോലെ യൂട്യൂബിലോട്ട് ഞാനും കുറച്ച് രചിക്കും. അപ്പം കഴിച്ചു നോക്കിയിട്ട് പറയാം ഗൈസ്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം എന്താ അവസ്ഥ നോക്കട്ടെ.
കടലൊക്കെ വെന്തിട്ടുണ്ട്. കുഴപ്പമില്ല. കഴിച്ച് നോക്കിയിട്ട് പറയട്ടെ. എന്താവോ തട്ടിപ്പോവാ കാശ് അറിയില്ല, എന്താ നോക്കട്ടെ. അവിടെ കേൾക്കണ്ട, ഞാൻ കൂടാം. ടേസ്റ്റ് എരിവുകൊണ്ട് ചെറിയൊരു പ്രശ്നം വലിങ്ങനെയില്ല. പക്ഷേ നമുക്കൊന്നും കടല ബന്ധപ്പം എരിവ് പറയണ്ടോ, അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് കാരണം കുറഞ്ഞാണെന്ന് അറിയില്ല. എന്തായാലും കൊള്ളാം. അപ്പം സക്സസ്. മറ്റൊരു വീഡിയോ കാണുമ്പോൾ ബൈ ബൈ. ഞാൻ ഇത് നിർക്കട്ടെ. അബീൻ. സോറി പറഞ്ഞ പോലെ നമ്മുടെ ചാനലിൻ്റെ പേര് മാറ്റി. അബിയാക്സ് എന്നുള്ള പേര് ആർക്കും പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ അബിന്ന് മാത്രമാക്കിയിട്ടുള്ളൂ. അപ്പം ആരെങ്കിലൊക്കെ റെക്കമെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ അബിൻ എന്ന് പറയാം. അപ്പോൾ സ്റ്റേ ട്യൂൺ ടു ഞാൻ അബിൻ. വീണ്ടും കാണും വരെ ബൈ ബൈ.